ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പ് തിരുനാളൊക്കെ ആചരിച്ചു. അതിനുശേഷമുള്ള പുതു ഞായറാഴ്ച എന്ന് പറയുന്ന ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ പുതു ഞായറാഴ്ച എന്ന് പറയുന്നത് എന്തിനെയാണ് അല്ലെങ്കിൽ ഏത് സംഭവത്തെയാണ് നമ്മൾ അനുസ്മരിക്കുന്നത്? ആ ദിവസം പ്രത്യേകമായിട്ട് വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ വിശ്വാസ പ്രഘോഷണത്തെയാണ് ആ ദിവസം നമ്മൾ ഓർക്കുന്നത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ AD 52 വിശുദ്ധ തോമാസ് ശ്ലീഹ ഈ ഭാരതത്തിലേക്ക് വന്നു. ഇന്നത്തെ നമ്മുടെ കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന ആ പ്രദേശത്ത് കപ്പലിറങ്ങി. പിന്നെ ഇവിടെ ഏതാണ്ട് 20 വർഷക്കാലം സുവിശേഷ പ്രഘോഷണം നടത്തി. അവസാനം AD 72 മൈലാപ്പൂരിൽ വെച്ച് കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. രക്തസാക്ഷിത്വം വരിച്ചു. അങ്ങനെ അവിടെ അദ്ദേഹത്തെ സംസ്കരിച്ചു. ഇന്ന് നമ്മൾ മദ്രാസ് മൈലാപ്പൂർ അതിരൂപതയുടെ കത്തീഡ്രൽ പള്ളിയായ ആ കത്തീഡ്രൽ പള്ളി ഇരിക്കുന്ന ആ ഭാഗത്ത് അദ്ദേഹത്തെ സംസ്കരിച്ചു. പിന്നീട് ഏറെ നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ എഡേസ എന്ന് പറയുന്ന അന്നത്തെ പേർഷ്യൻ സാമ്രാജ്യത്തിലെ ക്രൈസ്തവ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം പിന്നീട് അതിൻ്റെ ഒരു ഭാഗം റോമിലടുത്തുള്ള ഒർത്തോണ എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി സംസ്കരിച്ചു. ഇങ്ങനെയൊക്കെയാണ് ചരിത്രം പോകുന്നത്. വളരെ കാലങ്ങൾക്ക് ശേഷം പിന്നീട് കഴിഞ്ഞ നൂറ്റാണ്ടിൽ അവിടെ നിന്ന് ഒരു എല്ലിൻ്റെ ഒരു കഷ്ണം നമ്മുടെ മൈലാപ്പൂര് കൊടുങ്ങല്ലൂർ വിശുദ്ധ തോമാസ് ശ്ലീഹ വന്നിറങ്ങിയ ആ സ്ഥലത്ത് സ്ഥാപിക്കപ്പെട്ട പള്ളിയിൽ അവിടെ സൂക്ഷിച്ചിരിക്കുന്നത് നമ്മുടെ തീർത്ഥാടന കേന്ദ്രമായിട്ട് നമ്മൾ അത് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ സംഭവങ്ങളെല്ലാം നമ്മൾ ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഓർക്കേണ്ടത് ഈ തോമാസ് ശ്ലീഹായുടെ ഇപ്രകാരമുള്ള ഈ ഓർമ്മ നമ്മൾ ആചരിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ തോമാസ് ശ്ലീഹ പറയുന്നതായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? അത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ. അതാണ് പ്രത്യേകത. യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് തോമാസ് ശ്ലീഹായെക്കുറിച്ചുള്ള പരാമർശങ്ങളുള്ളത്. ഇത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. യോഹന്നാൻ്റെ സുവിശേഷം എഴുതപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം എന്താണ്? സഭയൊക്കെ കൂടുതലായിട്ട് സ്ട്രക്ചറലാകുന്നു എന്ന് പറഞ്ഞാൽ ക്രമീകരിക്കപ്പെട്ടു വരുന്നു. വിവിധ തരത്തിലുള്ള അധികാര ശ്രേണികളൊക്കെ ഉണ്ടാകുന്നു. ആരാധനക്രമങ്ങളൊക്കെ രൂപീകരിക്കപ്പെടുന്നു. ഇങ്ങനെയുള്ള സന്ദർഭം വന്നപ്പോൾ കൂടുതലായിട്ടും ഈശോയെ കണ്ടവരും കേട്ടവരും അവിടുത്തെ നേരിട്ട് പ്രസംഗങ്ങളൊക്കെ കേട്ടവരുമൊക്കെ മരിച്ചു കഴിഞ്ഞു. അധികം പേരൊന്നുമില്ല. അപ്പോൾ സഭയിൽ വലിയ വിഭാഗീയതകൾ, ആശയക്കുഴപ്പങ്ങൾ, അതുപോലെ വിവിധ ആശയങ്ങൾ, പാഷണ്ഡതകളൊക്കെ ഉടലെടുക്കുന്നു. യോഹന്നാൻ്റെ ലേഖനങ്ങൾ വായിച്ചാൽ അത് മനസ്സിലാകും. പത്രോസിൻ്റെ ലേഖനങ്ങൾ വായിച്ചാൽ മനസ്സിലാകും. ഇങ്ങനെയുള്ള വലിയ ഒരു വിഭാഗീയതയുടെ സമയത്താണ് വിശുദ്ധ യോഹന്നാൻ ഇത് എഴുതുന്നത്. അതുപോലെ തന്നെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് ഈശോ കാല് കഴുകുന്ന രംഗം അവതരിപ്പിക്കുന്നത്. ഇതൊക്കെ യോഹന്നാൻ എഴുതാനുള്ളൊരു പ്രത്യേക കാരണമുണ്ട്. അതായത് എവിടെയോ ഈ ക്രിസ്ത്യാനികൾക്ക് ഈശോയുടെ ശിഷ്യഗണത്തിന് വഴിതെറ്റിപ്പോയി. യോഹന്നാൻ എന്ന് പ്രായമേറിയ ഒരു മനുഷ്യനാണ്. തൻ്റെ കൂടി കാലം കഴിഞ്ഞാൽ ഇവർക്കൊന്നും ഇത് അറിയത്തില്ലാതെ വരും, എന്താണ് യഥാർത്ഥത്തിൽ ഈശോ പഠിപ്പിച്ചത് എന്ന്. അതുകൊണ്ട് അവർ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതിന് അദ്ദേഹം എടുക്കുന്ന മാർഗം എന്താണ്? സ്വീകരിക്കുന്ന മാർഗം ഈശോയുടെ ശിഷ്യന്മാരിൽ ഒരാളായ വിശുദ്ധ തോമാസ് ശ്ലീഹ പറഞ്ഞ ചില കാര്യങ്ങൾ, ഈശോ ചെയ്ത ചില കാര്യങ്ങൾ, അതൊക്കെ മറ്റുള്ളവരുടെ സുവിശേഷത്തിൽ കാണാത്ത അദ്ദേഹം എഴുതുകയാണ്. അതുകൊണ്ടാണ് കാല് കഴുകുന്ന ഭാഗം പ്രത്യേകമായിട്ട് എടുത്തെഴുതുന്നത്. അത് മറ്റുള്ളവർക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. അവരത് എഴുതുമ്പോൾ മത്തായി, മർക്കോസും ലൂക്കായുമൊക്കെ സുവിശേഷം എഴുതുമ്പോൾ അത് അവർ രേഖപ്പെടുത്തേണ്ട കാര്യമില്ലായിരുന്നു. കാരണം അന്നത്തെ ക്രൈസ്തവർക്കെല്ലാം ആ സന്ദേശം വളരെ വ്യക്തമായിരുന്നു. പിന്നീട് വന്നവർക്കാണ് അതൊന്നും വ്യക്തമാകാതെ പോയത്. അതുകൊണ്ടാണ് യോഹന്നാൻ അത് എഴുതേണ്ടി വരുന്നത്. മക്കളെ, ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെ അപ്പം മുറിക്കൽ മാത്രമല്ല. അങ്ങനെ അവിടെ നിങ്ങൾ വിഭാഗീയതയുടെ പേരിൽ പല സ്ഥലങ്ങളിലായിട്ട് പോയിരുന്ന് ദരിദ്രരൊരു വശത്തും സമ്പന്നർ വേറൊരു വശത്തും പോയിരുന്ന് അപ്പം കഴിക്കേണ്ടതല്ല. അതൊന്നും അല്ല യഥാർത്ഥത്തിൽ ഈശോ നമുക്ക് പറഞ്ഞു തന്നത്. അത് ഈ കാല് കഴുകലിൻ്റെ സന്ദേശമാണ്. അപ്പം മുറിക്കലിനോടൊപ്പം തന്നെ അത് കൂട്ടായ്മയുടെ സന്ദേശം. ഇവിടെ നിങ്ങൾ ഓരോരുത്തരും ഈശോയെപ്പോലെ സ്വയം മുറിച്ചു കൊടുക്കപ്പെടാനായിട്ട്, സ്വയം ഇല്ലാതാകാനായിട്ട്, ആത്മദാനം ചെയ്യാനായിട്ട് മടി കാണിക്കൽ തയ്യാറാകണം. അതാണ് ഈ വിശുദ്ധ കുർബാനയുടെ അർത്ഥം. അതാണ് സഭയിലെ അധികാര ശ്രേണികളുടെ അർത്ഥം. അത് സേവനമാണ്, ശുശ്രൂഷയാണ്, അധികാരം പ്രയോഗിക്കാൻ വേണ്ടിയിട്ടല്ല. അതേ സമയത്ത് തന്നെ അതിന് ചില ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ അച്ചടക്കമൊക്കെ വേണം താനും. അപ്പോൾ ഇതെല്ലാം പറയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ അന്നത്തെ ക്രൈസ്തവർ മറന്നുപോയ ചില കാര്യങ്ങളുണ്ട്. ഈശോയോടൊപ്പം മരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ
ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെ ലാസറിൻ്റെ മരണം അത് അറിയിപ്പ് വരുന്നു. ഈശോ ലാസറിനെ കാണാനായിട്ട് പോവുകയാണ്. പോകുന്ന സമയത്ത് മറ്റ് ശിഷ്യന്മാർ പറയുകയാണ്, എന്ത് പറയുന്നു? നിന്നെ ഇപ്പോൾ തന്നെ യഹൂദന്മാർ കൊല്ലാൻ ആലോചിക്കുക, എന്നിട്ട് നീ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ തോമാശ്ലീഹ പറഞ്ഞൊരു കാര്യമുണ്ട്, മരിക്കാനായി നമുക്ക് അവൻ്റെ കൂടെ പോകാം. മരിക്കാൻ പോലും നമ്മൾ തയ്യാറാണ്, ധൈര്യത്തോടു കൂടി പറയുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഈ പുതു ഞായറാഴ്ച തോമാശ്ലീഹ നമ്മളോട് പറയുന്നത്. കർത്താവിനോടൊപ്പം മരിക്കാൻ നമുക്ക് പോകാം. ജീവിക്കാൻ വളരെ എന്ന് പറഞ്ഞാൽ ഈ വെറുതെ പോയി മരിക്കാൻ എളുപ്പമാണ്. കർത്താവിനോടൊപ്പം മരിക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ അതിന് ആ മരണത്തിന് മുമ്പേ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ആ ജെറൂസലം പ്രവേശനം, പെസഹ വ്യാഴം, കുരിശുമരണം, പീഡനങ്ങൾ, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം സഹിച്ച് മരിക്കാൻ പോകാമെന്നാണ് ഈ പറയുന്നത്. നമ്മളിപ്പോൾ പലപ്പോഴും ലോകത്തിൻ്റെ പല ഭാഗത്തായിട്ട് ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുമ്പോൾ അസ്വസ്ഥരാകാറുണ്ട്. കാരണം എന്താണ്? നമ്മൾ പറയും, ഇത്രയും നന്മയെല്ലാം ചെയ്തിട്ട് നമ്മൾ വീണ്ടും പീഡിപ്പിക്കപ്പെടുകയാണല്ലോ. പക്ഷെ ഓർക്കുക, കർത്താവ് തിന്മയൊന്നും ചെയ്ത മനുഷ്യനല്ല, യാതൊരു തരത്തിലുള്ള തിന്മയും ചെയ്ത മനുഷ്യനല്ല. പിന്നെ എന്തുകൊണ്ടാണ് അവിടുന്ന് പീഡിപ്പിക്കപ്പെട്ടത്? അവിടുന്ന് നന്മ ചെയ്തുകൊണ്ട് മാത്രമാണ്. അവിടുന്ന് നന്മ ചെയ്യുകയും അതുപോലെ താൻ രക്ഷകനാണ് എന്ന്, താൻ ദൈവപുത്രനാണ് എന്ന് തുറന്നു പറയുകയും ചെയ്തുകൊണ്ട് തന്നെയാണ്, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. അപ്പോഴങ്ങനെ സത്യം പറയുകയും നന്മ ചെയ്യുകയും ചെയ്താൽ തീർച്ചയായിട്ടും പീഡിപ്പിക്കപ്പെടും. അപ്പോൾ മാത്രമേ നമ്മുടെ ആ മരിക്കാൻ പോകാമെന്നുള്ള ആ കാര്യത്തിന് അർത്ഥമുണ്ടാവുകയുള്ളൂ, വെറുതെ മരിക്കുകയല്ല. അതുകൊണ്ട് അവൻ മരിക്കാൻ വേണ്ടി നമുക്കും അവൻ്റെ കൂടെ പോകാമെന്ന് പറയുന്ന ആ തോമാശ്ലീഹയുടെ വിശ്വാസ പ്രഘോഷണം അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കണം. അത് എപ്പോഴും മരിക്കാൻ പോകണമെന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, ഒരുപാട് സന്ദർഭങ്ങൾ ഇങ്ങനെയുള്ളതുണ്ടാകും. അങ്ങനെ നമ്മൾ അവിടത്തോട് ചേർന്നിരിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ ആ ഈശോയുടെ ശിഷ്യരായിരിക്കാനായിട്ട് സാധിക്കുക. ഈശോ ഉയർത്തെഴുന്നേറ്റ ശേഷം തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന ആദ്യമായിട്ട് അവരിയ്ക്കുന്ന മുറിയിൽ കതകടച്ചിരിക്കുന്ന പേടിച്ചിട്ട്, അപ്പോഴാണ് ഈശോ ആ വാതിൽ തുറക്കാതെ തന്നെ അതിലിടയിലൂടെ അകത്തേക്ക് കടന്നു വരുന്നു, നിങ്ങൾക്ക് സമാധാനം. അപ്പോൾ ഈശോ വന്നു പോയി. തോമസ് അവിടെ ഇല്ലായിരുന്നു. തിരിച്ചു വന്നപ്പോൾ തോമസ് വന്നപ്പോൾ മറ്റ് ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. പക്ഷേ തോമസ് വാശി പിടിക്കുകയാണ്, ഞാൻ അവൻ്റെ തിരുവിലാവിലുള്ള മുറിവുകളിൽ എൻ്റെ കൈവിരൽ ഇട്ട് മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറയുന്ന ആ തോമസ്. പിന്നീട് ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമസ് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈശോ ഒന്നും പറയാൻ നേരെ തോമസിനെ നോക്കിയിട്ട് പറയുകയാണ്, തോമസെ, അടുത്ത് വരിക, നിൻ്റെ കൈവിരൽ എൻ്റെ പാർശ്വത്തിലുള്ള മുറിവുകളിടുക. എന്നിട്ട് പറഞ്ഞ്, നീ കണ്ടു വിശ്വസിക്കുന്നു അല്ലേ? കണ്ടാലേ നീ വിശ്വസിക്കുകയുള്ളൂ. പക്ഷേ കാണാതെ വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥമുള്ള ഭാഗ്യവാന്മാർ. പ്രിയപ്പെട്ടവരെ, വിശ്വാസം എന്ന് പറയുന്നത് കാണാതെ വിശ്വസിക്കുന്നതല്ലേ. കണ്ടിട്ട് നമുക്കതിനെ വിശ്വസിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ചന്തയിൽ ചെന്നിട്ട് കാണുന്നൊരു സാധനം, ആ മീൻ മേടിക്കാൻ പോകുമ്പോൾ അത് കണ്ടിട്ട് നല്ലതാണോ ചീത്തയാണോ തീരുമാനിച്ച് വില പറയുന്നു. അതിനകത്ത് വിശ്വാസമൊന്നുമില്ല. അതേസമയത്ത് വീട്ടിലിരിക്കുകയും മറ്റൊരു കടക്കാരനോട് വിളിച്ചു പറയുകയും ചെയ്യുന്നു, നല്ല മീനല്ലേ, അതെ, അത് 1 കിലോ എനിക്ക് കൊണ്ടുപോയി തരിക, അത് വേണം നമുക്ക് വിശ്വാസം എന്ന് പറയാം. അപ്പോൾ കാണപ്പെടാത്തതുണ്ടെന്ന് വിശ്വസിക്കുന്നതാണ്. അതുപോലെ നമുക്ക് ചെയ്യാൻ കഴിയുക ഈ തോമാശ്ലീഹ പറഞ്ഞതാണ്, മറ്റൊന്നുമല്ല, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഇത് നമ്മൾ വിചാരിക്കുക കർത്താവേ എന്ന് പറയുന്നത് എളുപ്പമാണെന്നല്ല. ഈ പഴയ നിയമത്തിൽ ദൈവം എങ്ങനെയാണ് മോശയ്ക്ക് വെളിപ്പെടുത്തിയത്? അബ്രാഹാമിന് വെളിപ്പെടുത്തിയത് കർത്താവ് എന്ന പേരിലാണ്, യഹോവ അല്ലെ യാഹ്വേ എന്നൊക്കെ പറയുന്നത്. ആ യാഹ്വേ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ആ യാഹ്വേ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതൊരു ക്രിയാരൂപമാണ്, അതൊരു നാമരൂപമല്ല, നൗണല്ല, വെർബാണ്. അതായത് എന്നും ഉണ്ടായിരിക്കുന്നവൻ ഞാൻ തന്നെ, അതാണ് ആ വാക്കിനർത്ഥം. അത് കർത്താവ് എന്ന് പറയുമ്പോൾ, ക്യൂരിയോസ് എന്നൊക്കെ പറയുമ്പോൾ അർത്ഥം അതാണ്. ആ യാഹ്വേ എന്നുള്ള ആ വാക്കാണത്. അതായത് ഉണ്ടായിരുന്നവനും ഇപ്പോഴുണ്ടായിരിക്കുന്നവനും ഇനി ഉണ്ടാകാനിരിക്കുന്നവനെല്ലാം അത് തന്നെ, ആദിയും അന്തവുമൊന്നുമില്ല. എന്നെ ആരും സൃഷ്ടിച്ചിട്ടില്ല, ഞാൻ എന്നും ഉണ്ടായിരുന്നു. അങ്ങനെയാണല്ലോ ദൈവം. അപ്പോൾ ഈ തോമാശ്ലീഹ ഏറ്റു പറയുന്ന ഇത്രയേ ഉള്ളൂ, നീയാണ് എന്നുമുള്ളവൻ. അബ്രാഹത്തിന് മുമ്പേ ഉള്ളവൻ എന്നാണല്ലോ ഈശോ പറഞ്ഞത്. ദാവീദിന് മുമ്പേ ഉള്ളവൻ അവൻ നീ തന്നെയാണ്. നീയാണ് എന്നും ഉള്ളവൻ, നീയാണ് ഇനിയും എന്നും ഉണ്ടായിരിക്കാൻ പോകുന്നവനും നീ തന്നെയാണ്. ഞങ്ങളുടെ ദൈവം എല്ലാം നീ തന്നെയാണ് എന്ന് വിളിച്ചു പറയാനായിട്ട് തോമാശ്ലീഹയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അതാണ് ഈ പൊതുഞായറാഴ്ച നമ്മൾ ഓർക്കുന്നത്. ഇതുപോലെ നമുക്ക് വിളിച്ചു പറയാൻ കഴിയും. നമുക്ക് വേറെ ദേവീദേവന്മാരൊന്നുമില്ല, നമുക്ക് വേറെ വിഗ്രഹങ്ങളൊന്നുമില്ല. നമുക്ക് ഈ ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, ഈശോ എന്ന് വിളിക്കുന്ന ദൈവപുത്രനായ രക്ഷകൻ. ആ രക്ഷകൻ്റെ കൈകളിലാണ് നമ്മൾ. ആ രക്ഷകൻ്റെ കൈകളിൽ നിന്നാണ് നമുക്ക് രക്ഷയുള്ളത്. വേറെ ഒരു രക്ഷയുമില്ല. ഈജിപ്തിലെ മാന്ത്രികന്മാർ മോശ കാണിച്ചതുപോലെ അത്ഭുതങ്ങൾ കാണിച്ചു.
അങ്ങനെ അത്ഭുതങ്ങൾ ഇന്നും കണ്ടെന്ന് വരും. പക്ഷേ നമുക്ക് അങ്ങനെ കാണിക്കുന്നവരുടെ എല്ലാം പിന്നാലെ പോയാൽ വലിയ അപകടമുണ്ടാകും. അത് രക്ഷയുടെ അടയാളമല്ല. ഈ രക്ഷയുടെ അടയാളം എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്? പ്രവാചകനെ തിരിച്ചറിയുന്നത്, പ്രവചനത്തിൻ്റെ ആ തിരിച്ചറിവ് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? വെളിപാട് പുസ്തകം പറയുന്നത് ഈശോയെ രക്ഷകനും ദൈവമായിട്ട് ഏറ്റുപറയുന്നതിലാണ്. ആ സാക്ഷ്യമാണ്, ഈശോയ്ക്കുള്ള സാക്ഷ്യമാണ് പ്രവചനത്തിനുള്ള അടയാളം. ഇതുപോലെ തന്നെ നമ്മൾ ഓർക്കണം, ഈശോ ചെയ്തതുപോലെ ചെയ്യാനായിട്ട് മറ്റുള്ളവരൊക്കെ ഒരുപാട് പരിശ്രമിക്കും. പക്ഷേ അവരൊന്നും ഈശോയല്ല, അല്ലെങ്കിൽ ഈ രക്ഷകൻ തരുന്ന ആ ഒരു രക്ഷയല്ല അവർ തരുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ തോമാസ് ലീഹായെ ഓർക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള രക്ഷകനെ മുറുകെ പിടിക്കാനായിട്ട് നമുക്ക് കഴിയുക. തോമാസ് ലീഹായുടെ സംശയത്തെക്കുറിച്ചാണ് എപ്പോഴും ദ ഡൗട്ടിങ് തോമസ്, സംശയിക്കുന്ന തോമസ് എന്നാണ് എപ്പോഴും ചരിത്രകാരന്മാരുടെ ഇടയിലൊക്കെ തോമാസ് ലീഹ അറിയപ്പെടുന്നത്. പക്ഷേ ആ സംശയം എന്ത് സംശയമായിരുന്നു? യഥാർത്ഥത്തിൽ കണ്ടു വിശ്വസിക്കാൻ വേണ്ടിയുള്ള സംശയം. അതോടൊപ്പം കർത്താവ് പറഞ്ഞു, നിൻ്റെ ആ പിടിവാശി അല്പം കുറച്ച് വെച്ചാൽ മതി. കാരണം നിൻ്റെ പിന്നാലെ നീ എൻ്റെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ കടന്നു വരുന്ന നമ്മളെപ്പോലെയുള്ളവരുണ്ട്. നമ്മളാരും ഈശോയെ അതുപോലെ കണ്ടിട്ടില്ലല്ലോ. അപ്പം നമ്മളാണ് കൂടുതൽ ഭാഗ്യമുള്ളവരെന്നാണ് ഈശോ പറഞ്ഞത്. ഇന്ന് നമ്മൾ എത്രയോ ഭാഗ്യമുള്ളവരാണ്. ഈശോയെ തിരിച്ചറിയാൻ കഴിയാത്ത എത്രയോ പേരുണ്ട്. നമുക്ക് ഈശോ തന്ന ആ വിശ്വാസത്തിൻ്റെ പേരിൽ തീർച്ചയായിട്ടും പീഡനമുണ്ട്. പക്ഷേ എന്തൊരു സൗഭാഗ്യം നമുക്ക് കിട്ടുന്നു. ഇന്ന് നമ്മൾ ക്രൈസ്തവർ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്നാലും നമുക്ക് സ്വീകാര്യത കിട്ടുന്നു. ഏത് പള്ളിയിലും നമുക്ക്, ഏത് കത്തോലിക്കാ പള്ളിയിലും പോകാനുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നു. ചുരുക്കത്തിൽ ഇതെല്ലാം ഈ ഈശോയെ അനുധാവനം ചെയ്യുന്നവർക്ക് മാത്രമുള്ളതാണ്. ഏത് ഈശോയാണ് ഇതുപോലെ ഇതൊരു കഷ്ടപ്പാടുകളിലൂടെ, പീഡനങ്ങളിലൂടെ കടന്ന് കുരിശുമരണം സഹിച്ച് ഉദ്ധിതനായ ആ ഈശോയുടെ ശിഷ്യഗണത്തിന് മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ. അപ്പോൾ തോമാസ് ലീഹായുടെ മക്കളാണ് എന്ന് നമ്മൾ പറയുമ്പോൾ, അഭിമാനിക്കുമ്പോൾ ഈ ഒരു വസ്തുത നമ്മൾ വിട്ടുപോകരുത്. അവനോടുകൂടി നമ്മൾ മരിക്കാൻ പോലും പോകണം. മാത്രമല്ല, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് ഏറ്റുപറയാൻ കഴിയണം. പൗലോസ് ലീഹ പറയും, നിങ്ങൾ ഹൃദയത്തിൽ വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നിങ്ങൾ രക്ഷ പ്രാപിക്കും. പക്ഷേ അത് കേവലം ഏറ്റുപറച്ചിലും ഹൃദയത്തിൽ വിശ്വസിക്കില്ല. കാരണം ഹൃദയത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞ അർത്ഥം ആ വിശ്വസിക്കുന്നതിനനുസരിച്ച് ഞാൻ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വിശുദ്ധ യാക്കോബ് തൻ്റെ ലേഖനത്തിൽ പറയും, പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം അത് മൃതമാണ്, ചത്തതാണ്, അതിനൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് നമ്മുടെ ഈ വിശ്വാസം എന്ന് പറയുന്നത് ഹൃദയത്തിൽ നമ്മൾ വിശ്വസിക്കുക, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. അത് നമ്മൾ ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അധരത്തിലൂടെ പറയുക മാത്രമല്ല, നമ്മുടെ പ്രവൃത്തിയിലൂടെ നമ്മളത് കാണിച്ചു കൊടുക്കുകയും ചെയ്യും. ഈ രക്ഷകൻ്റെ രക്ഷാകര ദൗത്യത്തിൻ്റെ വാഹകരാണ് ഇന്ന് നമ്മൾ ക്രൈസ്തവരായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും. ഈ തോമാസ് ലീഹ നമുക്ക് അതിന് മാതൃകയാവട്ടെ, നമ്മളെ ഉത്തേജിപ്പിക്കുന്ന ശക്തിയായിട്ട് മാറട്ടെ. അവിടുത്തെ മാധ്യസ്ഥം നമുക്ക് ഉണ്ടാവുകയും ചെയ്യട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.